വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ CCC എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ലളിതമായി പ്രേക്ഷകർക്കായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ പ്രൊഫസറുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളാച്ചനാണ് ഇത് നമുക്ക് വേണ്ടി വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ കൽപ്പനകളിൽ അതിലെ 2ാം പട്ടികയിലെ കൊല്ലരുത് എന്നുള്ള കൽപ്പനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങിയത്. അത് ചെറിയൊരു വാക്കാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ പരന്നു കിടക്കുകയാണ്. കഴിഞ്ഞ തവണ എപ്പിസോഡിൽ നമ്മൾ ശരീരത്തിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗർഭഛിദ്രം, ദയാവധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ചത്. അടുത്ത 2284 ആത്മാവിനോടുള്ള ബഹുമാനത്തെക്കുറിച്ചാണ് ഈ മതബോധന ഗ്രന്ഥം പറയുന്നത്. ശരീരം ആത്മാവും കൂടിയതാണല്ലോ മനുഷ്യൻ. അതിൽ ഉപയോഗിക്കുന്ന ഒരു പഴയ മലയാള പദമാണ് ഉതപ്പ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കല്ല അത്. ദുഷ്പ്രേരണ എന്ന് പുതിയ ട്രാൻസ്ലേഷനുകൾ അത് വരുന്നുണ്ട്, സ്കാൻഡൽ. ഈ ഉതപ്പിനെ കുറിച്ചാണ് ഇന്ന് പ്രേക്ഷകരോട് അച്ഛൻ വിശദീകരിക്കേണ്ടത്. അതെങ്ങനെയാണ് ഈ പ്രമാണത്തിലേക്ക് കൊല്ലരുതിലേക്ക് കൂട്ടിവെക്കുന്നത് എന്നുള്ളത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ പരസ്പരം ബന്ധമില്ലാത്ത 2 കാര്യങ്ങളാണല്ലോ. കൊല്ലരുത് എന്ന് പറയുന്ന ഒരു കൽപ്പനയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഉതപ്പ് നൽകുക എന്നുള്ള ആ കാര്യം ചേർന്ന് പോകുന്നത് എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഉതപ്പിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കിയാൽ, അതുപോലെ കൊല്ലരുത് എന്ന കൽപ്പനയുടെ ഭാവാത്മകമായ അർത്ഥം മനസ്സിലാക്കിയാൽ ഇത് തമ്മിൽ വളരെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഇൻ്റർറിലേറ്റഡ് ആണ്, വളരെ പരസ്പര ബന്ധിതമാണ്. കാരണം കൊല്ലരുത് എന്ന് നമ്മളൊരു വശത്തോടെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? മനുഷ്യ വ്യക്തിയെ ബഹുമാനിക്കണം, ആദരിക്കണം. സൃഷ്ടാവ് ഒരു വ്യക്തിയെ, മനുഷ്യനെ എങ്ങനെ കണ്ടുവോ അതേ മൂല്യത്തോടു കൂടെ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തെ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ്. സമഗ്രമായിട്ട് ബഹുമാനിക്കണം എന്നുള്ളതാണ്. ഉതപ്പ് നൽകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉതപ്പ് നൽകുമ്പോൾ വാസ്തവത്തിൽ വേറൊരു വ്യക്തിയുടെ ആ മാഹാത്മ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അത് ഇകഴ്ത്തി പോകാനായിട്ടുള്ള സാധ്യതകൾ തുറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം അപരൻ്റെ വ്യക്തി മാഹാത്മ്യത്തെ നശിപ്പിക്കുന്ന ഏതൊരു കാര്യവും ഉതപ്പിൻ്റെ ഒരു പരിധിയിൽ വരികയാണ്. കാരണം ഞാനൊരു ഉതപ്പ് മൂലം വേറൊരാൾ ഒരു തെറ്റായ പ്രവർത്തനയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി മാഹാത്മ്യം ചോർന്നു പോകുകയാണ്, നശിക്കുകയാണ്. അപ്പോൾ അതൊരു തരത്തിൽ അദ്ദേഹത്തെ കൊല്ലുന്നതിന് കാരണമാകുന്നതാണ്. അത് വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച്, അല്ലെങ്കിൽ വിഷയത്തിൻ്റെ രീതികളനുസരിച്ച്, സാഹചര്യം അനുസരിച്ച്, വ്യക്തികളുടെ സ്റ്റാറ്റസ് അനുസരിച്ചൊക്കെ ഇതൊക്കെ മാറിപ്പോവും. അപ്പോൾ എന്താണ് ഈ ഉതപ്പ് എന്ന് പറഞ്ഞ തിന്മ എന്ന് പറഞ്ഞാൽ അപരനെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു മനോഭാവമായിക്കൊള്ളട്ടെ, പ്രവൃത്തിയായിക്കൊള്ളട്ടെ. അതാണ് അതിൻ്റെ നിർവചനം. അതാണ്. ഇത് രണ്ടും ഉതപ്പിൻ്റെ പേരിൽ വരും. സ്കാൻഡൽ എന്ന് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഉപയോഗിച്ച് മലയാളത്തിൽ ദുഷ്പ്രേരണ എന്ന് പറയുന്ന സാറ് പറഞ്ഞ വാക്കുണ്ട്. തീർച്ചയായിട്ടും മലയാളത്തിൽ അതുണ്ട്. പക്ഷേ ഇന്ന് സ്കാൻഡൽ എന്ന് പറഞ്ഞാലായിരിക്കും ഒരു പക്ഷേ പുതുതലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഭയങ്കര സ്കാൻഡലാണ് എന്ന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരാളുടെ എൻ്റെ ഒരു മനോഭാവം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടോ എന്നെ കാണുകയും ഞാനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തെറ്റിലേക്ക് പോകാനൊരു സാധ്യത ഉണ്ടായെങ്കിൽ ഞാൻ ഉതപ്പിന് കാരണമായി. മനോഭാവം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള. അതെ, കാരണം ഈ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. കാര്യമായിട്ടൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിലുള്ള ഒരു ശ്രോതാവിൻ്റെ കൂടെ ഞാനും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് ഇരിക്കുന്ന പിള്ളേരൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട്
ഒന്നിങ്ങനെ കാണിച്ചാൽ മതി. ഒരു ആക്ഷൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ചാൽ മതി. ആ മനോഭാവം കാണുമ്പോൾ അവന് ഇയാൾ പറയണത് തള്ളാടാ, ഇതിൽ മാറ്ററൊന്നുമില്ല എന്നാണ് ഇവൻ പറയുന്നത്. അല്ലെങ്കിൽ ഉടനെ അതിൻ്റെ ആ ശ്രദ്ധ പോവാണ്. അപ്പോൾ ഈ മനോഭാവം കൊണ്ട് പോലും നമുക്ക് വേറൊരാളെ തെറ്റിദ്ധരിപ്പിക്കാം. അദ്ദേഹം സ്വാഭാവികമായിട്ട് മനുഷ്യസഹജമായിട്ട് വളരെ ഭാവാത്മകമായിട്ട് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനിരുന്ന അല്ലെങ്കിൽ ചെയ്യാനിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാൻ നമുക്ക് സാധിക്കും. യേശു അതിന് നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ആടിൻ്റെ വേഷമിട്ട് വരുന്ന ചെന്നായ്ക്കള് അത് ഭയങ്കര നിയമജ്ഞരെയും ഫരിസേരെയും വിളിക്കുന്നു. ഭയങ്കര ശക്തമായ ഭാഷയിലാണ് യേശു പറയുന്നത്. യേശു അതുപോലെ തന്നെ ഈ ദുഷ്പ്രേരണ നൽകുന്ന ആളുകൾക്ക് നൽകുന്ന അങ്ങനൊരു വാക്ക് കടലിലെ ആഴത്തില് കൊണ്ടുവിടാൻ തിരികല്ല് കെട്ടിയിട്ട് ഒരിക്കലും അവൻ പൊങ്ങി വരരുത് എന്നുള്ളതാണ്. തീരത്തിന്റെ അടുത്തല്ല, കടലിന്റെ ആഴക്കടലിൽ പോയിട്ട് തിരികല്ല് കെട്ടി താഴ്ത്തണം. കാരണം അവൻ ഒരിക്കലും പൊങ്ങി വന്ന് ഇവിടെ വേറൊരാൾക്ക് ഉതപ്പ് കൊടുക്കരുത് എന്നുള്ള രീതിയിലുള്ളൊരു സംഭാഷണമാണ് കർത്താവിൻ്റെ ചുണ്ടിൽ മത്തായിശ്ലീ വയ്ക്കണേ. ആ ഭാഗം നമ്മൾ വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് നന്നായിരിക്കും. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകും. മനുഷ്യ സഹജമാകുമ്പോൾ ലോകത്തിലായിരിക്കുമ്പോൾ ഉണ്ടാകും. അത് കർത്താവ് നിഷേധിക്കുന്നില്ല. പക്ഷേ എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. ആരു വഴി പ്രലോഭനം ഉണ്ടാകുന്നുവോ അവന് ദുരിതം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് ഉതപ്പ് എന്ന് പറയുന്ന ഒരു തിന്മയെ യേശു അപലപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചില പ്രവർത്തനങ്ങൾ നേരത്തെ മനോഭാവം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമാണ് ചില പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഞാൻ വിവാഹിതനാണ്, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. എൻ്റെ അപ്പച്ചനും അമ്മച്ചനെയും ഞാൻ പ്രായമാകുമ്പോൾ ഒരു വലിയ കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ കൊണ്ടുപോയി ഒരു ഏജ്ഡ് ഹോമിൽ കൊണ്ടാക്കുവാണെങ്കിൽ അതൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഒരുപക്ഷെ വേറെ കുറേ പേരെ സ്വാധീനിച്ചേക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മൂലവും നമ്മൾ വേറൊരാൾ തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. മനോഭാവം മൂലവും മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നയിക്കുമ്പോൾ അവരുടെ വ്യക്തി മഹാത്മ്യത്തിന് കുറവ് സംഭവിക്കാൻ ഞാൻ കാരണമാകുന്നു. അതാണ് ഉതപ്പ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ അത്ര അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം അതിപ്പോൾ ഒരു ഓർഡർ ഓഫ് ദി ഡേ ആയി മാറിയിട്ടുണ്ട്. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി താമസിക്കാം. ഓൾഡ് ഏജ് ഹോമിൻ്റെ കാര്യം ഞാനതിപ്പോൾ ഒരു വളരെ സാർവത്രികമായിട്ടുള്ള ഒരു പൊതു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതല്ല നമ്മുടെ പൊതുബോധത്തിൽ. പക്ഷേ പല സന്ദർഭങ്ങളിലും ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ അത് ആർക്കും മനസ്സിലാകും. അത് മാതാപിതാക്കൾക്കും മനസ്സിലാകാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ ന്യായമായ കാരണങ്ങളില്ലാതെ എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. തികഞ്ഞ ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടെ മാതാപിതാക്കൾ നമുക്ക് ഭാരമാണ് എന്ന് കരുതി അങ്ങനെ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് താമസിപ്പിക്കുകയും പിന്നീട് ഈ സ്നേഹത്തിൻ്റേതായ യാതൊരു ലാഞ്ചനയും പോലും കാണാതെ യാതൊരു പരിഗണനയും ഇല്ലാതെ ഒട്ടും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു തമിഴ് ഷോർട്ട് ഫിലിം എനിക്ക് ഓർമ്മ വരുന്നത്, ഇതുപോലെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് അച്ഛനെ കൊണ്ടാക്കുമ്പോഴേ ആ ഓൾഡ് ഏജ് ഹോം നടത്തുന്നത് ഒരു പ്രീസ്റ്റാണ്. ആ പ്രീസ്റ്റ് അച്ഛനെ ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, കാരണം അവിടെ നിന്ന് കിട്ടിയ ഓർഫണായിരുന്നു ഈ പയ്യൻ. അത് ശരി. അത് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ ഇയാളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അത് പിന്നീട് കാര്യം അവന് തിരിച്ചറിയുമ്പോൾ അവൻ വേണമെങ്കിൽ ഒരു പക്ഷേ അമ്മയെ അപ്പനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രമായിരിക്കാം ചെറിയൊരു ഷോർട്ട് ഫിലിംസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അത് വളരെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ഉതപ്പിൻ്റെ ഒരു ഗൗരവം നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ അതിൽ വരുന്ന പാപങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഉതപ്പ് എന്ന് പറയുന്നത് ഗൗരവമായൊരു പാപമായിട്ട് നമ്മളിന്ന് കാണുന്നില്ലെങ്കിലും സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ വിവരിക്കുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുന്നത് പലതരത്തിലുള്ള പാപങ്ങൾ ഉതപ്പായിട്ട് വരാം. ഇപ്പോൾ വ്യാപാരത്തിൽ ഒരു വഞ്ചന ചെയ്യാനായിട്ട് ഒരാളെ പ്രേരിപ്പിക്കുക. വ്യാപാരം എന്ന് പറയുമ്പോൾ വലിയ വലിയ വ്യാപാരങ്ങളുണ്ട്.
ഇന്നത്തെ വലിയ വ്യാപാരങ്ങളെല്ലാം നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റിൻ്റെ പുറകിൽ നടക്കുന്ന കോർപ്പറേറ്റ് വലിയ രീതിയിൽ നമ്മളിൽ തന്നെ ചില ആഗ്രഹങ്ങൾ ജനിപ്പിച്ച് നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നുള്ള മട്ടിലേക്ക്, ഇപ്പോൾ കുഴിമന്തി ഇന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം സഫലമായില്ല എന്ന് പിള്ളേരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പരസ്യങ്ങൾ വരുന്നത്. അതുപോലെ തുടങ്ങി നമ്മൾ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ പണ്ട് കർഷകരൊക്കെ പണ്ട് ചെയ്തിരുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ പാലിൽ ഇച്ചിരി വെള്ളം ചേർക്കാടാ, ഒരു വീട്ടിൽ ഇപ്പോൾ അമ്മ പശുവിനൊക്കെ കിടന്നപ്പോൾ ഇന്ന് എത്രണ്ട് ചുരത്തിയില്ല, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ മോൻ ചോദിക്കും എന്തെങ്കിലും വെള്ളം ഒഴിക്കണേ എന്ന് ചോദിക്കും. അല്ല അത് തികഞ്ഞില്ല അപ്പോൾ കൊണ്ട് ഒഴിക്കുകയാണ്. അതൊരു ചെറിയ രീതിയിലുള്ളതാണ്, ചെറിയ രീതിയിലുള്ള കച്ചവടം. ആ കച്ചവടത്തിൽ പോലും ആ കുട്ടി പിന്നീട് ചിലപ്പോൾ ഒരു വലിയ അത് ഒരു വഞ്ചനയിലേക്ക് അത് നയിക്കാം. അപ്പോൾ വ്യാപാരങ്ങളിൽ നിന്ന് നടക്കുന്ന ഒരുപാട് ബിസിനസ്സിൽ ഇങ്ങനെയുള്ള പറ്റിക്കൽസ് ധാരാളം നടക്കുന്നുണ്ട്. അതൊക്കെ ഉതപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കും അത് കാണുന്ന ആളുകൾക്ക്. അതുപോലെ സോഷ്യൽ മീഡിയ ഒരുപക്ഷെ ഉതപ്പ് നൽകുന്ന വലിയ ഒരു വിഷയം ഇന്ന് സോഷ്യൽ മീഡിയയാണ്. നമ്മളിന്ന് പലപ്പോഴും കുമ്പസാരത്തിനണയുമ്പോൾ ഞാൻ ചില ധ്യാനങ്ങളിലൊക്കെ പറയാറുണ്ട്, ഈ പണ്ടത്തെ ഒരു ലിസ്റ്റ് വെച്ചിട്ടുള്ള കുമ്പസാരമാണ്. അപ്പനെ തല്ലിയുണ്ട്, അമ്മയെ തല്ലിയുണ്ടാവും, പലവിചാരം വന്നുണ്ടാവും എന്നൊക്കെ പറയുന്ന പോലത്തെ കേസുകൾ. അതൊന്നും അല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകളെ വധിക്കുക, കൊല്ലുക എന്ന് പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് പൈശാചികമായിട്ട് തന്നെ നടക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ജനത് കാണാതെ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, അച്ഛൻ ഇതിനെക്കുറിച്ച് അച്ഛൻ എന്ത് തോന്നുന്നു, ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറയുക ഇത് മോനെ ഒന്നും വിശ്വസിക്കേണ്ട. നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമ്മളിലേക്ക് വരുന്ന ഒരു ചെറിയ ഒരു ബ്ലോഗ് റൈറ്റിംഗ് എന്തെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ചിത്രമാകട്ടെ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള ന്യൂസ് ആകട്ടെ, നമ്മളത് വെരിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറേ പേർക്ക് കാണുമ്പോൾ രസമുണ്ട്, ഇന്നൊരു 50 പേർക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാലത്തെ ഫോർവേഡ് ചെയ്ത് സന്തോഷിക്കുക. അത് വായിക്കുന്ന ആൾക്കാർ പലതരത്തിലുള്ള ആളുകളാണ്. അത് വേറെ ആളുകളിലേക്ക് അവർ ഫോർവേഡ് ചെയ്യപ്പെടുന്നു. അല്ല, ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇറങ്ങിയ ശേഷം ഇത് വെരിഫൈ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എവിടുന്നാ തുടങ്ങിയെന്ന് തന്നെ ചിലപ്പോൾ പിടുത്തുണ്ടാവില്ല. അപ്പോൾ എത്രയോ ആളുകളിലേക്കാണ് ആ തെറ്റായ ഇൻഫർമേഷൻ ആണെങ്കിൽ, വ്യക്തിഹത്യ നടത്തിയ ഒരു കാര്യമാണെങ്കിൽ ആ ആളെക്കുറിച്ച് എന്തുമാത്രം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ജനം മനസ്സിലാക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഉത്തരവാദിത്വപൂർണ്ണമല്ലാതെ നമ്മൾ ഫേക്കായിട്ടുണ്ടാക്കുന്ന ഒരു പോട്ടെ, അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ അറിയാതെ തന്നെ നമ്മൾ വരുന്നൊരു ന്യൂസ് അത് വെരിഫൈ ചെയ്യാതെ സത്യമാണോ എന്നറിയാതെ, അല്ലെങ്കിൽ ഇനി അഥവാ സത്യമാണെങ്കിൽ തന്നെ ആകാം, നമ്മൾ എന്തിനാണ് വേറൊരാളുടെ ഇമേജ് അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ പൊതുജനാഭിപ്രായം വളച്ചൊടിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതുപോലെ അധികാരം ഉപയോഗിച്ച് അണികളെ തെറ്റിലേക്ക് നയിക്കുക, അത് ഇന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇലക്ഷനൊക്കെ അടുത്ത് വരുവാണല്ലോ. എല്ലാ മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയമായ പാർട്ടികളുടെയും ഒക്കെ അധികാരികൾ ഇതുപോലെ ജനങ്ങളുടെ പൊതുബോധത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത രീതിയിൽ ചില കാര്യങ്ങൾ ഊഹാപോഹങ്ങൾ ഗോസിപ്പുകൾ പോലെ വെച്ച് സാധ്യതയുണ്ട് എന്നുള്ള മട്ടിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് കാണുന്ന കേൾക്കുന്ന ആളുകൾക്കുണ്ടോ ഇത് അഫർമേറ്റീവ് ഉറപ്പിച്ച് പറഞ്ഞ വാചകമാണോ അതോ വെറുതെ അദ്ദേഹം ഒരു സാധ്യത പറഞ്ഞതാണോ എന്നൊന്നും തിരിച്ചറിയാൻ ആളുകൾക്ക് സാധ്യതയില്ല. പെട്ടെന്ന് വലിയ വലിയ വയലൻസുകളിലേക്ക്, അക്രമങ്ങളിലേക്ക് ഇത് ആളിപ്പടരാൻ ഇടവരുന്നതാണ്. അങ്ങനെയുള്ള അധികാരികൾ ചെയ്യുന്ന തെറ്റുകൾ വളരെ വലുതാണെന്നാണ് സാർവത്രിക മതബോധന ഗ്രന്ഥം പറയുന്നത്. നമ്മൾ ചരിത്രം പഠിച്ചാൽ ഭാരതത്തിൻ്റെ ചരിത്രം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ചരിത്രങ്ങൾ നോക്കിയാൽ ഏറ്റവും വലിയ ആൾക്കൂട്ട കൊലകൾ നടന്നിട്ടുള്ള വലിയ വലിയ സമരങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ ഇതൊക്കെ പലപ്പോഴും ഒരു ഗോസിപ്പിൻ്റെ മേലെ തുടങ്ങി വിട്ടതായിരിക്കും. കുറേ കാലം കഴിയുമ്പോഴാണ് അതിങ്ങനെ ആളിപ്പടർന്ന് എരുതി പോലെ കിടന്ന് കത്തിപ്പിടിയുകയാണ്. അതുപോലെ തന്നെയാണ് ഈ മതാത്മകതയെ ജീർണിപ്പിക്കുന്ന രീതിയിലുള്ള ഉതപ്പുകൾ. ഞാനതൊക്കെ വളരെ ഗൗരവമായിട്ട് കാണുന്ന കാര്യമാണ്. നമ്മുടെ പള്ളികളിലൂടെ ഒക്കെ പോകുമ്പോൾ തിരുനാളുകൾക്കും ഞാൻ ശക്തമായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ വലിയ രീതിയിൽ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പൊടിക്കുക, പല DJ ഇല്ലാത്ത കേസുമില്ല ഇന്ന് എല്ലായിടത്തും. പിന്നെ വെടിക്കെട്ട്, നിറച്ച് വെടിക്കെട്ട്, പിന്നെ DJ, പിന്നെ എല്ലാ ദിവസവും ഓരോ പരിപാടികളാണ്. 10-25 ലക്ഷമൊക്കെ പൊടിച്ചിട്ടാണ് ഒരു ചെറിയ പള്ളി ഒരു പെരുന്നാൾ നടത്തുന്നത്. അപ്പോൾ അത് വാസ്തവത്തിൽ ആ
ദൈവികമായ ആത്മീയമായ ഒരു ആഘോഷത്തെ ഒരു സാംസ്കാരികമായ ഉത്സവമാക്കി മാറ്റുകയാണ്. ഇടവകയിൽ സാംസ്കാരികമായ ഉത്സവം നടത്തണോണ്ട് എനിക്ക് വിരോധമില്ല. അതെന്തിന് പെരുന്നാളുമായിട്ട് തിരുനാളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണേ? പാവം ജോർജ് പുണ്യാളനോ അല്ലെങ്കിൽ സെബസ്ത്യാനോസ് പുണ്യാളൻ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചിട്ട് ഇവിടെ വന്നിട്ട് DJ ചാടിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ പള്ളികളുടെ അകത്ത് ഈ ഡിസ്കോ ഡാൻസ് പോലത്തെയുള്ള DJ പോലത്തെ ഡാൻസൊക്കെ പള്ളിയുടെ അകത്ത്, ദൈവത്തിന് ഡാൻസ് വളരെ ഇഷ്ടമാണ്, ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷെ ആത്മീയമായ ഡാൻസ് പള്ളിയുടെ അകത്ത് നടത്തിക്കോട്ടെ. ഞാൻ യൂറോപ്പിൽ 8 കൊല്ലം ജീവിച്ചതാണ്, എനിക്കറിയാം. അവിടുത്തെ യൂത്തിൻ്റെ പരിപാടികളിലെല്ലാം പള്ളിയിൽ ഡാൻസ് ഉണ്ടാവും. എന്നാൽ അത് ഈ കൂതറ ഡാൻസ് അല്ല, അത് ഒരു സ്പിരിച്വൽ ഡാൻസാണ്, ഒരു ആത്മീയമായ അംഗവിക്ഷേപങ്ങളോടുകൂടെ നടത്തുന്ന ഒരു ഡാൻസാണ്. അതിൻ്റെ ഡ്രസ്സിങ് വ്യത്യാസമുണ്ട്, ആക്ഷൻസ് വ്യത്യാസമുണ്ട്, നമ്മളിൽ അത് ഉണ്ടാക്കുന്ന ഭാവ വ്യത്യാസങ്ങൾ. ഇവിടെ ഇന്ന് പള്ളിയുടെ അകത്ത് നമ്മൾ വിശുദ്ധ ബലി നടത്തുന്ന അതേ സ്ഥലത്ത് ഒരു ആത്മീയമായ രീതിയിലുള്ള ഒരു ഡാൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അതിനെ എതിർക്കുകയല്ല. പക്ഷേ വളരെ ഇതൊക്കെ ലൗകികമാക്കുകയാണ്. മതാത്മകതയെ അല്ലെങ്കിൽ ആത്മീയമായ പരിസരങ്ങളെ നമ്മൾ വളരെയധികം ലൗകികമാക്കി മാറ്റുന്ന രീതികൾ എന്ന് നമ്മൾ, ഇതൊക്കെ വലിയ ഉതപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മോണ്ടോത്തൊക്കെ കുട്ടികൾ റോഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കാണാം കുർബാന നടക്കുമ്പോൾ. മോണ്ടോത്ത് അതെ ആളുകൾ ഇപ്പോഴത്തെ പിള്ളേർ പുറത്തേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരു ഭയങ്കര തമാശയാണ്. പണ്ട് കുറച്ച് ഉഷ്ണമൊക്കെ ആയിട്ടാണ്, ഇപ്പോൾ അകത്ത് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൗകര്യങ്ങളില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാം. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ആളുകൾക്ക് ഈ അനുഭൂതി, ദിവ്യമായ അനുഭൂതി അവിടെ ലഭിക്കാതെ വരുമ്പോൾ ജനം വളരെ പെട്ടെന്ന് അത്തരം സങ്കേതങ്ങളെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലൗകികമായ നമ്മുടെ ഭക്ഷണ രീതികൾ, ലൗകികമായ വ്യാപാരങ്ങളിലൂടെയുള്ള നമ്മുടെ അതിരുകവിഞ്ഞ യാത്ര. ഞാനൊരു സംഭവം ഓർക്കും. ഒരു പ്രാവശ്യം ഒരു കപ്പിളുമായിട്ട് ഞാൻ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മീൻ പൊരിച്ചത് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് പച്ചക്കറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അത് കഴിക്കുമ്പോഴേക്കും ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു 7ാം ക്ലാസ്സുകാരൻ പയ്യൻ വേഗം അത് വീഡിയോ എടുക്കുകയാണ്. നമ്മൾ മാത്രം കഴിക്കണം, ഈ നമ്മുടെ ആ ഫാമിലിയിലുള്ള ടീം തന്നെ. അതെടുത്തിട്ട് ഉടനെ അവൻ ഇത് അയക്കുകയാണ്. അപ്പോൾ ഉടനെ അവൻ്റെ അമ്മ പറഞ്ഞുടാ, എന്താ നീ ചെയ്യണേ? അല്ല, ഞാനിങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ ഇവിടെ വന്ന് ഇത് കഴിക്കണത് എൻ്റെ കൂട്ടുകാർക്ക് കഴിക്കണം. അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു അത് കട്ട് ചെയ്യിടാന്ന് പറഞ്ഞു അവൻ്റെ അമ്മ. അതെനിക്ക് വളരെ മാതൃകാപരമായിട്ട് തോന്നി. ഇതൊരു പ്രൈവസിയെ മാനിക്കാത്ത ഒന്ന് പ്രൈവസിയെ മാനിക്കാന്നില്ല, മാത്രമല്ല ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് അവനോട്, എടാ നമ്മളിപ്പോൾ ഇന്നൊരു പ്രത്യേക സന്ദർഭത്തിൽ ഇവിടെ വന്നൊരു ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കുകയാണ്. നീ ഇതെടുത്ത് അയക്കുമ്പോൾ നിൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു അവധിക്കാലത്ത് പിക്നിക്കിന് വേറൊരു സ്ഥലത്ത് പോയി ഇങ്ങനൊരു ആഘോഷം നടത്താനായിട്ട് സാധ്യതയില്ലാത്തൊരു കുട്ടി ഇത് കാണുമ്പോൾ അവൻ്റെ മനസ്സിൽ, അവളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം എന്താണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നീ ഇത് കാണിച്ചിട്ട് വലിയ ലൈക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അമ്മ ആ മകനെ തിരുത്തുന്നതായിട്ട് ഞാൻ കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഈ ഉതപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ സന്ദർഭം അനുസരിച്ച് അത് മാറും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉതപ്പിൻ്റെ വിഷയം അനുസരിച്ച് ഇത് മാറുകയാണ്. ഈ വളരെ കുറച്ച് അമ്മമാരെ ഇപ്പം അങ്ങനെ കുട്ടികളെ ഉപദേശിക്കാനായിട്ട് ധൈര്യപ്പെടുള്ളൂ. പക്ഷെ അത് ക്രിസ്തീയമായ ഒരു സാക്ഷിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരു ലഘുവായ കാര്യമായിരിക്കാം, ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഒരു വിഷയമാണ്. പക്ഷേ വളരെ വലിയ രീതിയിലുള്ള ഉതപ്പുകൾ ഉണ്ട്. വിഷയം മാറുമ്പോൾ മാറൂലേ? അതുപോലെ തന്നെയാണ് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന തെറ്റ്. അധ്യാപകരെ, പുരോഹിതരെ. ഇപ്പം ഞാൻ തന്നെ ഓർക്കുവാണ്, ഞാൻ പലപ്പോഴും സെമിനാരി വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, ഞാനിപ്പോൾ ഒരു വൈദികനായിട്ട് സെമിനാരിയിൽ പഠിപ്പിക്കുന്ന അച്ഛനായതുകൊണ്ട് നിങ്ങളുടെ അത്രയും തന്നെ പെട്ടെന്ന് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ വഴിതെറ്റാൻ എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പത്രോസ് പറയും, കൊണ്ടു അവിടെ നിൽക്ക്, നീയേ കാരണം കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഒതപ്പിൻ്റെ ഒരു സ്പേസിലേക്ക് നമ്മളെ മാറ്റിയിടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സാധാരണ ക്രിസ്ത്യാനി ചെയ്യുന്നതും ഒരു വൈദികൻ ചെയ്യുന്ന തെറ്റും തമ്മിൽ ദൈവത്തിൻ്റെ മുന്നിൽ, ഒതപ്പിൻ്റെ ആ വിഷയത്തിൻ്റെ മുന്നിൽ സെയിമല്ല. കാരണം അയാൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മാതൃകാപരമായി ജീവിക്കാൻ കടപ്പെട്ട ഒരാളാണ്. അതാണ് ഈ അധ്യാപകർക്കൊക്കെ പറ്റുന്ന പാളിച്ചകൾ. മാതാപിതാക്കൾ അതിൽ പെടും കേട്ടോ.
വക്കീലും അതിൽ പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാതാപിതാക്കൾ കുട്ടികളെ നേരത്തെ സാറ് പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും പറഞ്ഞു കൊടുക്കൂല, അതൊക്കെ വലിയ ഉതപ്പിൻ്റെ കാരണം തന്നെയാണ്. അപ്പോൾ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഈ ഉതപ്പ് വലിയ തിന്മയായി സഭ കാണുന്നതുകൊണ്ട് തന്നെയാണ് 2000 ആണ്ടിലെ നമ്മുടെ മഹാജൂബിലി ആഘോഷിച്ചല്ലോ, അങ്ങ് 3-ാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. അന്ന് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞ ഒരു മാപ്പിൻ്റെ മനോഹരമായ ഒരു ഭാഗമുണ്ട്. സഭ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മനോഹരമായിട്ട് മാർപ്പാപ്പ മാപ്പ് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായി നമ്മളെ സ്പർശിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിതോടെ വായിക്കാം. വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് 2000 ഇത് പറയുന്നത്. ക്രൈസ്തവർ പലപ്പോഴും സുവിശേഷം മറന്നിട്ടുണ്ട്. ശക്തിപ്രകടനത്തിൻ്റെ മനോഭാവത്തിന് കീഴടങ്ങിക്കൊണ്ട് തന്നെ അവർ വംശങ്ങളുടെയും ജനതകളുടെയും അവകാശങ്ങൾ ലംഘിച്ചിട്ടുണ്ട്. അവരുടെ സംസ്കാരങ്ങളെയും മതപാരമ്പര്യങ്ങളെയും പുച്ഛിച്ചിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമ കാണിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യുക. നിങ്ങൾ ഞങ്ങളോട് പൊറുക്കുക. ഒരു മതത്തിൻ്റെ ഈ കത്തോലിക്ക സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാൾ, ആ സഭ ഈ 2 സഹസ്രാബ്ദങ്ങൾക്കിടയിൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാപ്പ് പറഞ്ഞെങ്കിൽ, പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഉതപ്പ് എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ക്രൈസ്തവരായ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ പാലിക്കപ്പെടേണ്ട, ഒഴിവാക്കേണ്ട ഒരു തിന്മയാണ് ഉതപ്പ്. പാലിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മാനിക്കുക എന്ന്. അതിനെതിരായിട്ടുള്ള തെറ്റുകൾ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിക്കേണ്ടതാണ്. ഉതപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ദുഷ്പ്രേരണയെക്കുറിച്ച് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ചു കൊടുത്തതിന് അച്ഛനെ നന്ദി പറയുന്നു. കൊല്ലരുത് എന്നുള്ള പ്രമാണത്തിൻ്റെ വിശദീകരണത്തിൽ അപരൻ്റെ ആത്മാവിനോടുള്ള ബഹുമാനത്തിൻ്റെ രൂപത്തിലാണ് ഈ ഉതപ്പ് സഭ നിർവഹിച്ചു വെച്ചിട്ടുള്ളത്. ദുഷ്പ്രേരണ കൊടുക്കുന്നവൻ കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിൽ ആഴപ്പെടാൻ യേശു ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഉതപ്പിനെ കുറിച്ചുള്ള നമ്മുടെ ഈ ഭാഗം ഇതോടുകൂടി അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ തുടരുന്നതാണ്. ഇത് എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.